ഹേയ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്നൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കേക്ക് മിക്സ് വെച്ചിട്ട് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ മുട്ട ഒരു 2 പൊട്ടിച്ച് ഒഴിച്ച് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ കേക്ക് മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുന്നതിനകത്ത് ഞാൻ എസൻസും കാര്യങ്ങളൊന്നും ഇടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കേക്ക് മിക്സിൽ തന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അത് ബീറ്റർ വെച്ച് നന്നായി ഇളക്കിയതിന് ശേഷം ഒരിച്ചിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതും ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ഏതാണ് കേക്ക് മോൾഡ് ഉള്ളത് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ തൂവിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. അവിടുത്തെ എല്ലാ സർഫസസിലും നന്നായി ആയെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കേക്ക് മിക്സിനകത്ത് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. അതിനകത്ത് വരുന്നത് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഇത്രയും ഐറ്റംസ് ഒക്കെയാണ്. ഇതും ജസ്റ്റ് അതിനകത്തോട്ട് ഒന്ന് ആഡ് ആക്കിയിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന കേക്ക് മോൾഡിനകത്തേക്ക് അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന അതിനകത്ത് ബബിൾസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ബാക്കിയുള്ളത് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് 180 ഡിഗ്രിയിൽ നമ്മളൊരു 3/4 മണിക്കൂർ അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കത് തുറന്നെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അത് കൂളതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് സ്പോഞ്ച് കേക്കിൻ്റെ അത്ര സ്പോഞ്ചി അല്ല, പക്ഷെ എന്നാലും കുറച്ച് സോഫ്റ്റാണ്. പ്ലം കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു.